നമസ്കാരം. എല്ലാവർക്കും അക്ഷരജാലകത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1-ലെ രണ്ടാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് ശൈലിയെപ്പറ്റി ചില ചിന്തകൾ എന്നതാണ്. ഡോക്ടർ എസ് ഗുപ്തൻ നായരാണ് അതിൻ്റെ റൈറ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഗുപ്തൻ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നിരൂപകനാണ്. അദ്ദേഹത്തിൻ്റെ നിരൂപണം എന്നൊക്കെ പറഞ്ഞാൽ മാരാരം മുണ്ടശ്ശേരിയുടെ ഒക്കെ അത്ര ഒരു രീതിയല്ല. അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ലളിതമായിട്ടുള്ളൊരു ആവിഷ്കരണമാണ് എന്ന് പറയാം. അതുപോലെ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്, അതുപോലെ മികച്ചൊരു അധ്യാപകനായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റേതായിട്ട് നിരവധി കൃതികളുണ്ട്, അധികം നിരൂപണ കൃതികളാണ്. അപ്പം അതിനകത്തുള്ള പ്രധാനപ്പെട്ടതാണ് സൃഷ്ടിയും സൃഷ്ടാവും, ഇസങ്ങൾക്കപ്പുറം, അസ്ഥിയുടെ പൂക്കൾ, ആധുനിക സാഹിത്യം, ക്രാന്തദർശികൾ എന്നിങ്ങനെയുള്ള പല കൃതികൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, എഴുത്തച്ഛൻ അവാർഡ്, ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ചാപ്റ്ററിൻ്റെ പേരും അത് എഴുതിയിരിക്കുന്നത് ആരാന്നുള്ളതും മനസ്സിലാക്കി വെക്കണം. കാരണം നമുക്ക് ചിലപ്പം ചാപ്റ്റേഴ്സിൻ്റെ പേര് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ റൈറ്ററുടെ പേര് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരെ. ഇൻ ദ സെൻസ് ഈ എസ് ഗുപ്തൻ നായർ അദ്ദേഹത്തിന് ശൈലികളെക്കുറിച്ച് എന്താണ് പറയാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ചാപ്റ്ററിനകത്താണ് ഈ കാര്യങ്ങൾ വരുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബേസ്മെൻറ്റ് ശരിയാക്കിയിടുക. പഠിക്കുമ്പോൾ കൃത്യമായിട്ടൊരു വ്യക്തതയിൽ പഠിക്കുക. ഇന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്, അത് ഇന്നതാണ് അതിൻ്റെ റൈറ്റർ, ഇന്നതാണ് അതിനകത്ത് വരുന്ന തീമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് പഠിക്കുക. അപ്പം ഇതിനകത്ത് ചാപ്റ്റേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ അധ്യായത്തിൽ വരുന്ന കണ്ടൻറ്റിനെ നമുക്ക് ഒരു 3 ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം. ഇത് ഒരുപാട് ഇങ്ങനെ ചെതറിക്കിടക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമുക്കൊരു 3 ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം. അതിനെ നമുക്ക് ശൈലിയെപ്പറ്റി ചില പൊതുതത്വങ്ങൾ എന്നുള്ള ഒരു ഹെഡിങ് വരുന്നുണ്ട്. ശൈലിക്ക് വേണ്ട ഗുണങ്ങൾ എന്നുള്ളൊരു സെക്കൻഡ് ഹെഡിങ് വരുന്നുണ്ട്. പിന്നെ ശൈലിയെക്കുറിച്ചുള്ള പ്രഗത്ഭന്മാരുടെ ചില ചിന്തകൾ അല്ലെങ്കിൽ വീക്ഷണങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ടൈറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആദ്യം നമുക്ക് നോക്കാൻ പറ്റുന്നത് ശൈലിയെ പറ്റിയുള്ള ചില പൊതുതത്വങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ ടൈറ്റിലൊന്നും കാണില്ല കേട്ടോ. നമ്മൾ ഈ മൊത്തത്തിൽ കിടക്കുന്നതിനെ ടൈറ്റിലിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊരു എളുപ്പമുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ശൈലിയെ പറ്റി ചില പൊതുകാര്യങ്ങളിൽ പറയുന്നത് എന്താണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. എന്താണ് ശൈലി എന്നുള്ളതാണ്. ശൈലിക്കൊരു ഡെഫിനിഷൻ വേണമല്ലേ. അപ്പം എന്താ ശൈലി? ഓരോ എഴുത്തുകാരൻ്റെയും സവിശേഷമായ ഭാഷാപ്രയോഗ രീതിയെയാണ് ശൈലി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഭാഷയിൽ മാത്രമാണോ ശൈലിയുള്ളത്? അല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലും ഓരോ ശൈലിയുണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ശൈലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ നമുക്ക് പരിചയമുള്ള ഒരാളാണ്, അയാൾ ദൂരെ നിന്ന് നടന്നു വരുന്ന കണ്ടു കഴിഞ്ഞാൽ അയാളെ നടത്തം കൊണ്ട് നമുക്ക് മനസ്സിലാവും ആ വരുന്ന ഒരാളാരാന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നടക്കുന്നതിനൊരു രീതി അല്ലെങ്കിൽ ശൈലി അല്ലെങ്കിൽ സ്റ്റൈൽ ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനൊരു സ്റ്റൈലുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനൊരു സ്റ്റൈലുണ്ട്, ഡ്രസ്സ് ചെയ്യുന്നതിനൊരു സ്റ്റൈലുണ്ട് ഇല്ലേ? അതേപോലെ നമുക്ക് ഭാഷാപ്രയോഗത്തിലും ശൈലികളുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റൈലുണ്ട്. അതിനെയാണ് നമ്മൾ ശൈലി എന്ന് പറയുന്നത്. ഇനി സംസ്കൃതത്തിലാണെങ്കിൽ ഈ ശൈലിക്ക് രീതി എന്നാണ് പേര്. ഈ രീതി എന്ന പേരിടുന്നത് തന്നെ അത് ദേശനാമബന്ധിതമായിട്ടാണ് സംസ്കൃതത്തിൽ രീതി എന്ന് പേരിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ദേശത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ വിദർഭയിലുള്ള ശൈലിയാണ് വൈദർഭി, അതുപോലെ ഗൗഡി, അതുപോലെ പാഞ്ചാലി എന്നിങ്ങനെ 3 പേരിലാണ് സംസ്കൃതത്തിൽ രീതി അറിയപ്പെടുന്നത്. ദേശനാമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വൈദർഭി, ഗൗഡി, പാഞ്ചാലി. ഇനി സംസ്കൃതത്തിൽ നിന്ന് പോകുന്നപ്പോൾ AR രാജരാജവർമ്മ ശൈലീനെ
5ആയിട്ട് വിഭജിച്ചിട്ടുണ്ട് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ആരാണ് AR രാജരാജവർമ്മ? വളരെ പ്രസിദ്ധനായിട്ടുള്ള വൈയാകരണൻ. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള നിരവധി ഗ്രാമർ ടെസ്റ്റുകൾ നമുക്ക് മലയാളത്തിൽ നമുക്ക് കാണാൻ കിട്ടും. കേരള പാണിനിയം ഒക്കെ എഴുതിയത് ആരാണ്? AR ആണ്. അപ്പം എന്താണ് AR, എങ്ങനെയാണ് AR ശൈലികളെ വിഭജിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അദ്ദേഹം 5ആയിട്ടാണ് ശൈലിനെ വിഭജിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ്: കർക്കശം, കോമളം, സരസം, ശുഷ്കം, ശാലീനം, ദീപ്രം എന്നിങ്ങനെയാണ് ആ 5 ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വിഭജനം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണാതെ പഠിക്കുക എന്നുള്ള അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ടില്ല. ഇനി അടുത്ത ഒരു പോയിന്റ് പറയണത് എന്താണെങ്കിൽ, ഈ വാക്കുകളെയും അതുപോലെ നാണയങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. രണ്ടിനും ചില ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്ത് ബന്ധമുള്ളത്? ഇപ്പം നാണയങ്ങൾ, ഇപ്പോൾ പഴയ നാണയങ്ങളുണ്ടല്ലോ, ഇപ്പോൾ 5 പൈസ, 10 പൈസ, 25 പൈസയൊക്കെ ഇപ്പോൾ കാണാൻ കിട്ടുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നടപ്പിലില്ലാണ്ടായിപ്പോയി അല്ലേ? കാലക്രമേണ അതങ്ങനെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം അതേപോലെ തന്നെയാണ് വാക്കുകളെന്നും പറയണു. ഒരു സമയത്ത് ഒരുപാട് ഉപയോഗിച്ചിരുന്ന വാക്കുകളായിരിക്കും പിന്നീട് കാലക്രമത്തിൽ അത് ഉപയോഗത്തിലില്ലാണ്ടായിപ്പോയി. പോട്ടെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പണ്ട് സെക്രട്ടേറിയറ്റിനൊക്കെ പറഞ്ഞു വന്നിരുന്നൊരു പേര് ഹജൂർ കച്ചേരി എന്നായിരുന്നു. അതുപോലെ നമ്മുടെ ഈ കൊടുങ്ങല്ലൂരുണ്ടല്ലോ, തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള കൊടുങ്ങല്ലൂർ, ആ കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത് മുസിരീസ് എന്നായിരുന്നു. പണ്ട് ഇവിടെ കച്ചവടക്കാർ ഒക്കെ വന്നിരുന്ന സമയത്ത്, കച്ചവടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും അങ്ങനെ പാശ്ചാത്യർ കുറേ വന്നിരുന്നല്ലോ. ആ സമയത്തൊക്കെ ഈ കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത് മുസിരീസ് എന്നായിരുന്നു. പിന്നുള്ള കുട്ടികളുടെ അടുത്ത് ഈ ഹജൂർ കച്ചേരി എന്നോ മുസിരീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് അതെവിടെ പോയി ആ വാക്കുകളൊക്കെ? അത് കാലക്രമേണ ഉപയോഗത്തിൽ നിന്ന് ഇല്ലാണ്ടായിപ്പോയി. എങ്ങനെ? നമ്മുടെ 10 പൈസയും 25 പൈസയൊക്കെ ഇല്ലാണ്ടായിപ്പോയ പോലെ. അപ്പോൾ അങ്ങനെ ഒരു താരതമ്യം പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ വലിയ നോട്ടുകളൊക്കെ ഉപയോഗത്തിൽ കുറവല്ലേ? എപ്പോഴും നമ്മളിപ്പോൾ ഡെയിലി യൂസിനൊക്കെ 2000 ഒക്കെ എടുത്ത് ഉപയോഗിക്കില്ലല്ലോ. നമ്മളധികം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബസ്സിന് പോകാനുള്ള ഒരു 10 രൂപ, അല്ലെങ്കിൽ 50ൻ്റെ നോട്ട്, അല്ലെങ്കിൽ ഒരു 100 രൂപ, അതൊക്കെയല്ലേ നമ്മൾ നിത്യോപയോഗത്തിലുള്ളത്. വലിയ വലിയ പൈസകളൊന്നും നമ്മൾ നിത്യോപയോഗത്തിലില്ലല്ലോ. അതുപോലെ തന്നെയാണ് വാക്കുകളുടെ കാര്യം എന്നും പറയണു. വലിയ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? നമ്മളധികം ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിലൊരു 19 വേർഡിൻ്റെ ഒരു വൊക്കാബുലറി ഉണ്ട്. അതെടുത്തിട്ടാണ് നമ്മൾ പയറ്റാറുള്ളത്. അവിടെ വാട, ഇവിടെ വാട, ജനൽ, വാതിൽ, കട്ടിൽ, റോഡ്, സാരി, ഷർട്ട്, അങ്ങനെയുള്ള കുറച്ച് വാക്കുകളുണ്ട് നമ്മുടെ കയ്യിൽ നിത്യോപയോഗത്തിനുള്ള. അതാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിലുള്ളൊരു വാക്കാണ് ഇപ്പോൾ കൂപമണ്ടൂകം, കിണറ്റിൽ തവള എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതൊക്കെ നമ്മളൊരു എഴുത്ത് ഭാഷയിലൊക്കെ കൊണ്ടുവരുന്നല്ലാണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂപത്തിൽ മണ്ടൂക ഉണ്ടെന്നോ, അല്ലെങ്കിൽ അവനൊരു കൂപമണ്ടൂകാന്നൊക്കെ നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വാക്കുകൾ നാണയങ്ങളെ പോലെയാണ് എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം അതും കൂടിയാണ്. നമ്മൾ നിത്യോപയോഗത്തിലില്ലാത്ത സാധനങ്ങൾ നമ്മൾ കാലക്രമേണ അങ്ങനെ അപ്രത്യക്ഷമായി പോകും എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി യൂസിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരാറുള്ളത്, നാണയങ്ങളാണെങ്കിലും വാക്കുകളാണെങ്കിലും. അപ്പം ആ താരതമ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പോയിൻ്റ്, ഒരു 6ാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത് സംഗീതത്തിനെയും ശൈലിയെയും ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പം ഈ 2 കാര്യം വ്യക്തികൾക്കനുസരിച്ച് മാറുന്നുണ്ട്. ഇപ്പോൾ ഒരേ കാര്യം തന്നെ അല്ലെങ്കിൽ ഒരേ പാട്ട് തന്നെ വ്യത്യസ്ത ആളുകൾ അവതരിപ്പിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ശൈലിയും. ഇപ്പം ഒരേ പാട്ട് ഇപ്പോൾ യേശുദാസ് പാടിയൊരു പാട്ടായിരിക്കും, അതേ പാട്ടെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ വിജയ് യേശുദാസ് പാടിയാൽ പോലും അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഇനിയിപ്പോൾ അതെടുത്ത് MG ശ്രീകുമാർ പാടിയാലോ കുറച്ചുകൂടെ കൂടുതൽ വ്യത്യാസങ്ങൾ നമുക്ക് തോന്നിയെന്ന് വരാം. അപ്പോൾ വ്യക്തികൾക്കനുസരിച്ച് ശൈലി മാറുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരേ മാറ്ററായിരിക്കും, ഒരേ മാറ്റർ തന്നെ ഒരാൾ എഴുതിയ പോലെ ആയിരിക്കില്ല വേറൊരാൾ എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അയാൾ പറയുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ആ കാര്യം അവതരിപ്പിക്കുന്നുണ്ടാവുക.
അപ്പോൾ അങ്ങനെയാണ് ഈ സംഗീതത്തിനെയും ശൈലിയെയും ബന്ധപ്പെടുത്തി പറയുന്നത്. അത് രണ്ടും വ്യക്തികൾക്കനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. ഇനി ഒരു 7ാമത്തെ പോയിൻ്റൊക്കെ ആയിട്ട് പറയാനാണെങ്കിൽ, ഒരു വ്യക്തിക്ക് തന്നെ പല ശൈലി ഉണ്ടാവാമെന്നാണ്. നേരത്തെ പറഞ്ഞത് നമ്മൾ വ്യക്തികൾക്കനുസരിച്ച് ശൈലി മാറണു എന്നുള്ളതാണ്. ഇപ്പം പറയുന്നത് ഒരു വ്യക്തിക്ക് തന്നെ പല ശൈലി ഉണ്ടാവാമെന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് തന്നെ പല ശൈലി ഉണ്ടാകുന്നത്? അവർ വേറെ വേറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പം അതിന് വേറെ വേറെ ശൈലിയായിരിക്കും. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ കാര്യം എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു എഴുത്തുകാരൻ എന്നും നിരൂപണം മാത്രമാണോ എഴുതിയിരിക്കുന്നുണ്ടാവുക? അദ്ദേഹം കഥ എഴുതുന്നുണ്ടാവും, കവിത എഴുതുന്നുണ്ടായിരിക്കും, ലേഖനങ്ങൾ എഴുതുന്നുണ്ടായിരിക്കും, നാടകം എഴുതുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ നാടകം എഴുതുന്ന രീതിയിലായിരിക്കില്ല കവിത എഴുതുന്നുണ്ടാവുക, ആ രീതിയിലായിരിക്കില്ല നിരൂപണം എഴുതുന്നുണ്ടാവുക. അപ്പോൾ അതാണ് ഈ പറയുന്നത്, ഒരു വ്യക്തിക്ക് തന്നെ പല ശൈലികൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതിനൊരു ഉദാഹരണം പറയുന്നത് എന്താണെങ്കിൽ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം അക്ബർ എന്ന് പറഞ്ഞ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ നോവലിൻ്റെ ശൈലിയിലല്ല അദ്ദേഹം വിജ്ഞാനമഞ്ജരി എന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്. അത് കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം രചിച്ച കൃതിയാണ് വിജ്ഞാനമഞ്ജരി. അപ്പം ഈ വിജ്ഞാനമഞ്ജരിയിലുള്ള ശൈലി വേറെ ഒന്നാണ്, അക്ബർ എന്ന് പറയുന്ന നോവലിലുള്ള ശൈലി വേറെ ഒന്നാണ്. ഇത് രണ്ടും എഴുതിയതാരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് തന്നെ പലതരം ശൈലി ഉണ്ടാവുക എന്നുള്ളതാണ്. അവർ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിനനുസരിച്ച് ശൈലി മാറുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഭാഗം നമുക്ക് ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. 2ാം ഭാഗത്തിൽ നമ്മൾ അടുത്ത 2 ടൈറ്റിലുകൾ ചർച്ച ചെയ്യും. എന്തൊക്കെയാണ് ശൈലിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ശൈലിയെക്കുറിച്ചുള്ള പ്രഗത്ഭന്മാരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ഒരു ഭാഗത്ത് പാർട്ട് 2 നമ്മൾ ചർച്ച ചെയ്യുക കേട്ടോ.